നമസ്കാരം. അവസാന മണിക്കൂറിൽ പ്ലാനിട്ട് വിജയിക്കാമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ചെപ്പടി വിദ്യയിൽ ചെറുജയങ്ങൾ കിട്ടിയേക്കാമെങ്കിലും ലോക്സഭയിലേക്കുള്ള വമ്പൻ ഗോതയിൽ എതിരാളിയെ മലർത്തിയടിക്കാൻ അത് പോരെന്ന് കോൺഗ്രസിനറിയാം. കാരണം 2019 മറക്കാറായിട്ട്. ഇന്ത്യ മുന്നണിയിൽ തലയെടുപ്പുള്ള നേതാക്കളെ അണിനിരത്തി ട്രെയിലർ ആദ്യമിറക്കി. മത്സര ചൂടിലേക്കെത്തുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെ ഉയർത്തിക്കാട്ടണം, സീറ്റു ധാരണയ്ക്ക് ആര് വിട്ടുവീഴ്ച ചെയ്യണം, 10 ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കാമെന്ന് മല്ലികാർജുൻ ഖർഗെ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ മുന്നണിയിൽ പിരിമുറുക്കം കൂട്ടി സമാജ്വാദി പാർട്ടി നിതീഷ് കുമാറിനെ മുന്നണിയുടെ മുഖമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. 80-ൽ 65 വേണമെന്നും കോൺഗ്രസും RLDയും കൂടി 15 പകുത്തെടുത്തോളാനും പറഞ്ഞ് ഞെട്ടിച്ചതിന് പിന്നാലെ അഖിലേഷിന്റെ അടുത്ത പ്രഹരം. ഇന്ത്യ മുന്നണിയിൽ ഒരു കുറുമുന്നണി രൂപപ്പെടുകയാണോ? മുന്നണിക്ക് ഏകമുഖത്തിലേക്ക് എത്താൻ കഴിയുമോ? ഇന്നത്തെ ഡിബേറ്റ് പരിശോധിക്കുന്നത് ഈ ചോദ്യം. ഇന്നത്തെ ഡിബേറ്റിൽ അതിഥികളായി നമുക്കൊപ്പമുള്ളത് സമാജ്വാദി പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ജോ ആന്റണി, BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ യുവരാജ് ഗോകുൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ സന്തോഷ് ജോയ്, ഒപ്പം ഫക്രുദ്ദീൻ അലി, വലത് നിരീക്ഷകൻ ശ്രീ അനൂപ് VR എന്നിവരാണ്. അതിഥികൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ തുടങ്ങാം. ശ്രീ ജോ ആന്റണി, അഖിലേഷ് യാദവ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണവും വന്നു കഴിഞ്ഞു. 14-ാം തീയതിക്ക് ശേഷം മുന്നണിയിൽ കൃത്യമായ സമവാക്യം രൂപപ്പെടുമെന്ന ആത്മവിശ്വാസത്തിനൊപ്പം BSPയും കൂടി വരട്ടെ എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എങ്ങും തൊടാതെയുള്ള ഒരു മറുപടിയും കാണുന്നുണ്ട്. 80-ൽ 65 വേണമെന്ന് കഴിഞ്ഞ ദിവസം പറയുന്നു. നിതീഷ് കുമാർ ആയിരിക്കണം മുഖമെന്ന് അതിനുശേഷം വീണ്ടും സമാജ്വാദി പാർട്ടിയിൽ നിന്ന് അഭിപ്രായമുയരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ SP-യുടെ ലക്ഷ്യം എന്താണ് ശ്രീ ജോ ആന്റണി? ആദ്യം തന്നെ ഞാനൊരു തിരുത്തിന് വഴിയൊരുക്കുകയാണ്. സമാജ്വാദി പാർട്ടിയുടെ നേതാവായ IP സിംഗിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നിതീഷ് കുമാറിനെ കുറിച്ചുള്ളത്. നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിനെ സമാജ്വാദി പാർട്ടി ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. അതായത് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും അതൊരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. പക്ഷേ ആരായിരിക്കണം പ്രധാനമന്ത്രി, ആരായിരിക്കണം ഇതിനെ നയിക്കേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു കൂട്ടായ തീരുമാനമായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എൻ്റെ പ്രസ്ഥാനം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിനും തർക്കമില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ തന്നെ ഞാൻ ഔദ്യോഗികമായി ഈ ചാനലിൽ വന്ന് പറയുകയാണ്. കാരണം IP സിംഗിനെ തള്ളി പറയുകയാണ്. 100% IP സിംഗിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഞാൻ ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ അത് ആവർത്തിച്ച് പറയുന്നു. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ 10-28 പാർട്ടികളുണ്ട്. പലർക്കും വ്യക്തിപരമായിട്ടുള്ള പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ടാവും, പലർക്കും പല കാഴ്ചപ്പാടുകളുണ്ടാവും. ആ കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ജോ ആന്റണിക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഒരുപക്ഷേ ജോ ആന്റണിക്ക് ചില താല്പര്യങ്ങൾ വരും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്നുള്ള തോന്നലുകൾ വരും. പക്ഷേ ഇങ്ങനെയുള്ള ആശയങ്ങളിൽ നിന്നെല്ലാം ക്രോഡീകരിച്ചു വരുന്ന ആ ഒരു കൺവെർജൻസ് ഉണ്ടല്ലോ, അതൊരു സിംഗിൾ പോയിന്റിലേക്കായിരിക്കും ആ കൺവെർജൻസ് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒറ്റ കാര്യം കൂടി ശ്രീ ജോ ആന്റണി, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഉണ്ടാകണം, കൺവേർജ് ചെയ്ത് ഒന്നായി നിന്ന് ഇപ്പുറത്തുള്ള NDA എന്ന് പറയുമ്പോൾ അതിൽ BJP തന്നെ ശക്തമായി നിൽക്കുമ്പോൾ അവരെ എതിർക്കാനായിട്ടുള്ള ഫോർമുലയിൽ എന്തുകൊണ്ടാണ് BSP പടിക്ക് പുറത്തു നിൽക്കുന്നത്? BSP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഞങ്ങൾ അയിത്തമൊന്നും കൽപ്പിച്ചിട്ടില്ല. BSP ഇതിനു മുമ്പ് 4 പ്രാവശ്യം BJPയുമായിട്ട് കൈ കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനമായിട്ട് പോലും BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഈ ജനാധിപത്യ വിശ്വാസികളുടെ ആവശ്യമാണ്. ഇവിടെ സത്യം പറയുന്നവൻ്റെ വായടപ്പിക്കുന്ന രീതിയിലുള്ള ഭരണകൂടം, ഇവിടെ എന്തെങ്കിലും പൊളിച്ചു പറഞ്ഞാൽ പിറ്റേ ദിവസം ED വരുന്നു, CBI വരുന്നു, IT വരുന്നു. എന്തിനധികം പറയുന്നു, കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യയുടെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, മുൻകാലത്തിലെ നാഷണൽ സർവീസ് സർവേ ഓർഗനൈസേഷൻ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻറ്റർ, IIPS ഇതുപോലെയുള്ള രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുവാൻ ബാധ്യതയുള്ള ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനങ്ങൾ വന്ന് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം മൂടിവെക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചിരുന്നത്.
ഈ കഴിഞ്ഞ 2017-18 വർഷങ്ങളിൽ ഈ രാജ്യം നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ NDA നേതാക്കന്മാരും BJP നേതാക്കന്മാർ ഇൻ പെർട്ടിക്കുലർ ഇതെല്ലാം അവരുടെ വലിയ വിജയങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് കണക്കുകൾ അതിന് വിരുദ്ധമാണ് എന്ന് NSEയും NSSOയും പറഞ്ഞപ്പോൾ ആ വാർത്ത പുറത്തുവിടാൻ ഈ ഗവൺമെന്റ് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല അതിന് നേതൃത്വം കൊടുത്തിരുന്ന രണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റീഷ്യൻസിനെ, രണ്ടാണ് എന്നെൻ്റെ ഓർമ്മ, ശരിയാണെങ്കിൽ 2 ചിലപ്പോൾ 3 ഉണ്ടാവോ എന്ന് സംശയമുണ്ട്, രണ്ടുപേരെ പുറത്താക്കി. ഇനി എന്താണെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഈ IIPS ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള, അതായത് ഈ പോപ്പുലേഷൻ സ്റ്റഡിയിൽ ഏറ്റവും തലയെടുപ്പുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനമാണ് NFHS എന്ന് പറയുന്ന, അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവീസ് ഹെൽത്ത് സർവേ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്ന് പറയുന്ന NFHS 5-ന്റെ ഒരു ക്രോഡീകരണം ഈ അടുത്തുണ്ടായി. അത് 2020-21 വർഷം, 2019 തൊട്ട് 21 എന്ന് പറയുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ 2020-21 വർഷത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ആവാസസ്ഥിതി, ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സ്ഥിതി, ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങോട്ടാൻ പോകുന്നത് എന്നുള്ള സ്ഥിതി, ഈ ഇന്ത്യ എങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടാൻ വന്നപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഇത് പ്രവർത്തിക്കുന്നത് ഫാമിലി വെൽഫെയർ, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്ട്രിക്ക് കീഴിലാണ്. മലയാളിയായ ഡോക്ടർ KS ജെയിംസ് എന്ന് പറയുന്ന ഡയറക്ടറെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് സസ്പെൻഡ് ചെയ്തത്? ഇവിടുത്തെ BJP പ്രവർത്തകനും പ്രധാനമന്ത്രിയും വാദോരാതെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉജ്ജ്വല സ്കീം ഈ രാജ്യത്തുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഗ്യാസ് സിലിണ്ടർ കൊടുത്തിരിക്കുന്നു, അവർക്ക് ക്ലീൻ എനർജി കൊടുത്തിരിക്കുന്നു, ക്ലീൻ ഫ്യൂവൽ കൊടുത്തിരിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞത് 98% ആളുകൾക്ക് അത് കൊടുത്തു എന്ന് പറയുമ്പോൾ IIPS സർവേയിൽ പറയുന്നു 98 അല്ല 58 മാത്രം. ഈ രാജ്യത്ത് നിന്ന് നിൽക്കുന്ന 58 മാത്രം. ഇവിടുത്തെ നാരീശക്തി എന്ന് പറയുന്നത് തൃശ്ശൂർ വരെ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വലിയ ഗീർവാണം മുഴക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലായി, ഇവിടുത്തെ സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതി തന്നെ കഴിഞ്ഞ കാലങ്ങളെക്കാൾ വളരെ പിന്നോട്ട് പോയി എന്ന് IIPS പറയുന്നു. IIPS ഇത് പറഞ്ഞപ്പോൾ ഈ രേഖ പുറത്തോട്ട് വിടാൻ അനുവദിക്കാതെ ഇരുന്നു എന്ന് മാത്രമല്ല, അതിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മലയാളിയായ KS ജെയിംസിനെ എന്തിനാണ് പുറത്താക്കിയത്? സത്യം പറയുന്നവന്റെ വാമൂടി കെട്ടുകയാണ്. അങ്ങനെ വാമൂടി കെട്ടുന്നത് ആരാണ്? ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ പറഞ്ഞ കണക്കുകൾ, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ദേശീയ ഭാരവാഹിയാണ്, ജനറൽ സെക്രട്ടറിയാണ് ജോ ആന്റണി. ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഘടകവുമാണല്ലോ സമാജ്വാദി പാർട്ടി. ഇവരുന്നയിക്കുന്ന ഈ ആരോപണത്തിന് BJPക്കുള്ള മറുപടി എന്താണ് ശ്രീ യുവരാജ് ഗോകുൽ? പത്രം വായിക്കാൻ പറഞ്ഞാൽ മതി സുജിയ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IMF പറയുന്നത് ലോകത്ത് ഒരു ബ്രൈറ്റ് സ്പോട്ട് ഇക്കോണമിയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ചരിത്രത്തിൽ ഇന്ന് വരെയും സ്വതന്ത്ര ഭാരതം കാണാത്ത തലത്തിലുള്ള ഡെവലപ്മെന്റാണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉജ്ജ്വൽ യോജന സ്കീം കേരളത്തിൽ പോലും 3.5 ലക്ഷം പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തോട് പുറത്തിറങ്ങി ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലേക്കും ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ സമസ്ത മേഖലയിലേക്കും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആർക്കും ഒന്നും കിട്ടുന്നില്ല, എല്ലാവരും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുപ്പ് ജയിക്കുമല്ലോ. പിന്നെ എന്തിനാണ് അവർ ഇത്രയും കിടന്ന് ടെൻഷൻ അടിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ പുറത്താക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല കാര്യമല്ലേ, അവരത് നാട്ടുകാരോട് പോയി പറയാൻ പറയൂ, നിങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല, വലിയ കഷ്ടപ്പാടാണ്, അതുകൊണ്ട് നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ വോട്ട് ചെയ്യണം, നരേന്ദ്രമോദിയെ തോൽപ്പിക്കണമെന്ന് പോയി പറയാൻ പറയൂ, പ്രശ്നം തീർന്നല്ലോ. അദ്ദേഹത്തിന്റെ പാർട്ടിയായ സമാജ്വാദി പാർട്ടി ഭരിക്കുന്ന ഭരിച്ചിരുന്ന പ്രധാന പ്രതിപക്ഷത്തിലിരിക്കുന്ന സംസ്ഥാനമാണല്ലോ ഉത്തർപ്രദേശ്. 1.5 വർഷം മുമ്പല്ലേ അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്, നിലം തൊട്ടോ ആ പാർട്ടി. ഈ പറയുന്ന സർവേ ഒക്കെ വന്നിരുന്നു, നിങ്ങളൊക്കെ വലിയ കഷ്ടപ്പാടിലാണ് എന്ന് അവിടുത്തെ ജനങ്ങളോട് പോയി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അവർക്ക് ബോധ്യമാവുമായിരുന്നല്ലോ. ഇപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകാത്തതിന്റെ പ്രശ്നത്തിലാണ് അദ്ദേഹം ഇവിടുന്ന് ഏതൊക്കെയോ റെസിഡൻസ് അസോസിയേഷന്റെ കണക്കൊക്കെ ഉരുട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണിയാണ്. നോക്കൂ സുജയ, നമ്മൾ ഈ ചില കല്യാണങ്ങൾക്കൊക്കെ കല്യാണാലോചനകളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഈ അടുത്ത ബന്ധുക്കളായ ചില അമ്മാവന്മാരൊക്കെ ഉണ്ടാവും. ആ കല്യാണം തീരെ നടക്കണ്ട എന്ന് താല്പര്യമുള്ള ആൾക്കാർ അവിടെ വന്നിരുന്ന് ചായക്ക് ഉപ്പില്ല, പഞ്ചസാരയ്ക്ക് ഇതില്ല, പായസത്തിന് മധുരമില്ല എന്നൊക്കെ പറഞ്ഞ് അലമ്പുണ്ടാക്കി കല്യാണം എങ്ങനെയെങ്കിലും കുളമാക്കാൻ നോക്കുമല്ലോ. അതുപോലെ ഒരു കൂട്ടം അമ്മാവന്മാരുടെ ഒരു യോഗമായിട്ടാണ് ഈ ഇന്ത്യ മുന്നണി യോഗം മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ യോഗത്തിൽ ഇവരുടെ പ്രധാന പ്രശ്നം എന്തായിരുന്നു? JDUവിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായക്കൊപ്പം സമോസ തന്നില്ല, പകരം ബിസ്ക്കറ്റാണ് തന്നതെന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മമതയുടെ പ്രശ്നം മറ്റെന്തൊക്കെയായിരുന്നു? ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു.
അപ്പോൾ ഈ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തിരിച്ച് അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള പല പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവരുടെയും എല്ലാവരുടെയും പ്രാദേശികമായ നിലനിൽപ്പിന് നല്ലത് കോൺഗ്രസ് തിരിച്ച് വരാതിരിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തീരും. പിന്നെ രണ്ട് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ആവട്ടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നണി ആവട്ടെ, അതിന് രാജ്യത്തിൻ്റെ മുൻപിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നയം ഉണ്ടാവണം. എന്താണ് ഇവരുടെ നയം? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ നയം എന്താണെന്ന്. കാരണം ശിവസേന എന്ന് പറയുന്ന പാർട്ടി കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് BJP യോ RSS ഒന്നും അല്ല ബാബറി മസ്ജിദ് പൊളിച്ചത്, ഞങ്ങളാണ് പൊളിച്ചത് എന്നാണ് ശിവസേന പറയുന്നത്. BJP-ക്കാരൊക്കെ പേടിച്ചോടുമായിരുന്നു, ഞങ്ങളാണ് ധൈര്യമായിട്ട് പോയി അത് പൊളിച്ചതെന്ന്. ഇവരിവിടെ വന്നിട്ട് എന്താണ് ബാബറി മസ്ജിദിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ വായിലുള്ള പ്രചരണം നടത്തുകയും അവിടെ പോയാൽ പ്രശ്നമാവും എന്നുള്ള നിലയിൽ ഇവിടെ ഭീഷണിപ്പെടുത്തുകയും അതേ ശിവസേനയോടൊപ്പം ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ആ മുന്നണിക്കകത്ത് നിന്ന് മത്സരിക്കുകയാണ്. എന്താണ് ഇവരുടെ നയം എന്ന് പറയുന്നത്? ഇവരുടെ നയം എന്ന് പറയുന്നത് നിതീഷ് കുമാറിന്റെ നയം എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരണം. മമതയുടെ നയം എന്ന് പറഞ്ഞാൽ മമതയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരണം. അരവിന്ദ് കെജ്രിവാളിന്റെ നയം അരവിന്ദ് കെജ്രിവാളിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ഫ്രണ്ട് റണ്ണറായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഞണ്ടുകളെ പോലെ എല്ലാവരും കൂടി പുറകേന്ന് വലിച്ച് ആ ആളെ പിടിച്ച് താഴെ ഇടുക എന്ന് പറയുന്നതാണ്. സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവർക്ക് 2 അക്കത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. കൂടിപ്പോയാൽ 6 or 7 അതിനപ്പുറത്തേക്ക് ഉത്തർപ്രദേശിൽ അവർക്ക് കിട്ടില്ല എന്നാണ് അവർ തന്നെ വിശ്വസിക്കുന്നത്. ഉത്തർപ്രദേശത്ത് കംപ്ലീറ്റ് ആയിട്ട് ഉത്തർപ്രദേശിന് പുറത്തേക്ക് അവർക്ക് എന്തെങ്കിലും സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിശ്വാസവുമില്ല. അപ്പോൾ അവർക്ക് എന്താണ് ഇത് കുളമാക്കുക, ഇത് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിച്ച് നാശമാക്കുക എന്ന് പറയുന്ന ഒരൊറ്റ നയത്തിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ മുന്നണിക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആകെ ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണയും അവർക്ക് പ്രതിപക്ഷ നേതാവിനെ പോലും കിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ഉണ്ടാക്കുന്ന രണ്ടാമത്തെ കാര്യമല്ലേ. ആദ്യം ഒരു പാർട്ടി 55 MP-മാരെ ഉണ്ടാക്കിയിട്ട് പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കണ്ടേ? അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കാൻ പോലും ഈ പറയുന്ന മുന്നണി കൊണ്ട് ഉപകാരപ്പെടില്ല എന്നുള്ളത് മാത്രമാണ് ഈ മുന്നണി കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ആകെ ഒരു കാര്യം. ഓക്കെ, ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ വലിയ ആത്മവിശ്വാസം, അത് കഴിഞ്ഞ 2 വിജയങ്ങളുടെ ഒരു തുടർച്ച ഹാട്രിക്കിലേക്ക് പോകുന്നു എന്നൊക്കെ വെച്ച് സാധാരണ എല്ലാ നേതാക്കളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട് വാക്കുകളിൽ. ശ്രീ സന്തോഷ് ജോയി, കാര്യങ്ങളുടെ ഒരു വസ്തുത കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ താങ്കൾ നിരവധി തെരഞ്ഞെടുപ്പുകൾ നേരിട്ട് കണ്ട് അതൊക്കെ വിലയിരുത്തിയിട്ടുള്ള ആളെന്ന നിലയിൽ ഇവിടെ കോൺഗ്രസ് അവരുടെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടാനാണ് സീറ്റുകളുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ള ഒരു ശ്രമത്തിലൂടെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലേക്ക്, അതോടൊപ്പം സീറ്റ് ധാരണയിലേക്ക് പോവുക, പരമാവധി സഹകരണം, അങ്ങനെ ഒരു ഫോർമുല കോൺഗ്രസിന്റെ മനസ്സിലുണ്ട്. ഖർഗെ അക്കാര്യത്തിൽ 10 ദിവസത്തിനകം തീരുമാനമാകുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുമുണ്ട്. അഖിലേഷ് യാദവ് പറയുന്നു 14-ാം തീയതി കഴിയട്ടെ എന്ന്. എവിടെയൊക്കെയോ ചില ചേരായ്മകൾ അവശേഷിക്കുന്നത് ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരു കല്ലുകടിയായി തുടരുകയല്ലേ? തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അധിക ദിവസം ഇല്ലാത്തപ്പോൾ ഇത് മറികടക്കാൻ അടിയന്തരമായി വേണ്ടത് എന്താണ്? എവിടെയാണ് തട്ടി നിൽക്കുന്നത്? BJP-യുടെ അമിത ആത്മവിശ്വാസത്തിന് മറുപടി കൊടുക്കാൻ കഴിയുമോ ഇന്ത്യ മുന്നണിക്ക്? ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന ഡിസ്കഷനും ഇപ്പോൾ നടക്കുന്ന ഈ ഡിബേറ്റിൻ്റെ ബേസിക് സംഭവം ആര് പ്രധാനമന്ത്രിയാവും ഇന്ത്യ മുന്നണിന്ന്. പക്ഷേ യാഥാർത്ഥ്യം ഇന്ത്യ മുന്നണിയിലുള്ള ഓരോ ഘടകങ്ങൾക്കും ഓരോ പാർട്ടികൾക്കും അറിയാവുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രി ആരാവുന്നതിനെക്കാട്ടി വലിയ ചാലഞ്ചും വലിയ ക്വസ്റ്റ്യനും അവർ BJP-യെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നതും അവരിപ്പോൾ സ്ട്രാറ്റജൈസ് ചെയ്യുന്ന കാര്യവും അത് തന്നെയാണ്. ബേസിക്കലി അവർ BJP-യെ തോൽപ്പിക്കുന്നതിനെക്കാട്ടി അപ്പുറം നരേന്ദ്രമോദി എന്ന് PR ഏജൻസിയും പല സ്ട്രാറ്റജി വഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സൂപ്പർ ഹ്യൂമൻ്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിനെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും? കാരണം നരേന്ദ്രമോദിയുടെ ഇമേജ് കഴിഞ്ഞാൽ BJP പാർട്ടിയായിട്ട് ഇല്ല. കാരണം നരേന്ദ്രമോദി ഡിപ്പെൻഡൻ്റ് ആണ് BJP പാർട്ടി. ആ നരേന്ദ്രമോദിക്ക് അപ്പുറം BJP-ക്ക് പോലും ഒരു പ്ലാൻ ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വെല്ലുവിളി എങ്ങനെ നേരിടണം, അതാണ് ബേസിക് ചാലഞ്ച് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോഴത്തെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഈ പ്രാദേശിക പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും അവരുടെ നിലനിൽപ്പ്, അവരുടെ എക്സിസ്റ്റൻസ് ഈ 2024 ഇലക്ഷൻ്റെ റിസൾട്ടിന് മേളിലായിരിക്കും കുറേയൊക്കെ നമ്മൾ കാണുന്നത്. കാരണം നരേന്ദ്രമോദി ഈ 3ാമത്തെ പ്രാവശ്യം ജയിച്ചു വന്നാൽ റീജിയണൽ പാർട്ടീസിന് പല പ്രയാസങ്ങളുണ്ടാവും. റീജിയണൽ പാർട്ടീസിന് മാത്രമല്ല, ഒരു ഫെഡറൽ സിസ്റ്റമിന് തന്നെ പല പ്രയാസങ്ങളുണ്ടാവും. റീജിയണൽ പാർട്ടീസിൻ്റെ പ്രസക്തി തന്നെ തീർന്നു വരുമെന്നുള്ളൊരു കാര്യം പല റീജിയണൽ പാർട്ടീസിന് അറിയാം. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ ഡിസ്കഷൻ ഇന്ന് നടക്കുന്നത്. ഈ ഡിസ്കഷൻ തുടങ്ങി വെക്കുന്നത് ഉന്നത തലത്തിൽ ഇരിക്കുന്ന ലീഡേഴ്സ് അല്ല, പക്ഷേ
കൊച്ചു കൊച്ചു ലീഡേഴ്സ്, ഈ ലീഡേഴ്സിന് കുറേ താല്പര്യങ്ങളുണ്ട്. ഇന്ന് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് സംസാരിക്കുന്ന ലീഡറായിരിക്കും നാളെ BJP പോയി ഒരു MP ആവുന്നത്. അപ്പോൾ BJP ഈ നിമിഷങ്ങളിൽ കേരള ഉൾപ്പെടെ എല്ലാ രാജ്യത്തിലും കൈ കോർത്ത് ആൾക്കാരെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് BJP ജോയിൻ ചെയ്യാം. കാരണം BJPയിൽ ഉള്ള ലീഡേഴ്സ് MP സ്ഥാനം രാജിവെച്ച് MLA ആവാൻ പോലും റെഡിയാവുന്ന സാഹചര്യമാണ്. കാരണം അത്ര ഒരു സെൻട്രലൈസ്ഡ് കമാൻഡാണ്. അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു മാസ് ലീഡർഷിപ്പോ അവരുടെ ബേസിക് ലീഡർഷിപ്പിനെ പറ്റി ഒരു ക്വസ്റ്റ്യനും ഇല്ല ബേസിക്കലി. അപ്പം സെൻട്രലിലുള്ള ഒരു കോക്കസ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത്. അതിനകത്ത് ഒരു കാര്യം ഇടപെട്ട് ചോദിച്ചോട്ടെ ശ്രീ സന്തോഷ് ജോയി, ഒന്നും അതിനകത്ത് ശ്രീ സന്തോഷ് ജോയി, ഇപ്പോൾ ഒരു ലെഫ്റ്റ് നറേറ്റീവ് കൃത്യമായി ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അതായത് നരേന്ദ്രമോദി ാണ് ഈ മോദിയെ കുറിച്ച് അല്ലെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് എല്ലായിടത്തും ആവർത്തിക്കുന്നത് എന്നത് കൃത്യമായി തന്നെ ഇടത് കക്ഷികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ അവർ ഊന്നി നിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെ നേരിടണമെങ്കിൽ മറുഭാഗത്ത് ഒരു അതേപോലെയുള്ള ഇപ്പോൾ PR ഏജൻസികൾ കൊണ്ടുവന്നു എന്ന് താങ്കൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ പോലും മറുഭാഗത്ത് അങ്ങനെയൊരു ഫിഗർ ഇല്ല. അതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് IP സിംഗ് ഒന്ന് പറയുന്നു, മമതാ ബാനർജി ഒന്ന് പറയുന്നു, നിതീഷ് കുമാർ, മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, അങ്ങനെ പല പേരുകൾ ഈ കാലയളവിൽ ജനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ പക്ഷം ഈ മുന്നണിയിലുള്ള ആളുകൾ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഒരു ജാഗ്രതയുണ്ടല്ലോ, അതുപോലും ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു സ്കാറ്റേഡായി കിടക്കുന്ന പല പല കക്ഷികൾ, അതാണോ ഇപ്പോൾ ഇന്ത്യ മുന്നണി? അല്ല, സുജയ് ചോദിച്ച ഈ ചോദ്യത്തിന് ഉത്തരവെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഈ സൂപ്പർ ഹ്യൂമൻ്റെ ആ ബ്രാൻഡിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ബ്രാൻഡ്, ഒരു നരേന്ദ്രമോദിയുടെ കൂട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കുക അല്ല സൊല്യൂഷൻ എന്ന് കർണാടക തെളിയിച്ചു കഴിഞ്ഞു. കർണാടക ഇലക്ഷൻ കോൺഗ്രസിനും എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും കൊടുത്ത ഒരു ലെസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പം നരേന്ദ്രമോദി ഇപ്പോൾ വിഷയം എന്തുവാണ്? നരേന്ദ്രമോദിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ കൊറോണയിൽ ഇത്രയും ആൾക്കാർക്ക് വിഷമങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, ഇത്രയും മരണങ്ങൾ നടന്നു. പക്ഷേ ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങൾ പറയുന്നത് നരേന്ദ്രമോദി ഉണ്ടായിട്ടാണ് ഞങ്ങളെങ്കിലും ജീവിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പോലും ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഒരു സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ. ചെയ്യാത്ത കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ഒരാൾ. അപ്പം നരേന്ദ്രമോദിയുടെ എതിരെ സംസാരിച്ചാൽ ആൾക്കാർ വോട്ട് ചെയ്യേണ്ട ആൾക്കാർ പോലും വോട്ട് ചെയ്യത്തില്ല. അപ്പോൾ ജനങ്ങളുടെ വിഷയം അവതരിപ്പിച്ചു, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തിനെ അവതരിപ്പിച്ചു. കർണാടകയിൽ ചെയ്ത പോലെ ആ ഒരു സ്ട്രാറ്റജിയാണ് ഇന്ത്യ മുന്നണി മുമ്പോട്ട് വെക്കുന്നത്. ഈ പേഴ്സണാലിറ്റി ഡിബേറ്റ് ഒരു പക്ഷേ ഫാബ്രിക്കേറ്റഡ് ഡിബേറ്റാണ്. അങ്ങനത്തെ ഒരു ഡിബേറ്റ് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ തൽക്കാലം ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശ്രീ ഫക്രുദ്ദീൻ അലി, അങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണോ ഈ പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പല ഘട്ടങ്ങളിൽ ഓരോരോ പേരുകൾ പറയുകയാണ്? ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്നയിടത്തെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിനുശേഷം വരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അത് പാടെയങ്ങ് റദ്ദാക്കാവുന്നതാണോ? ശ്രീ സന്തോഷ് ജോയി പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ കൃത്യമായ ഒരു നേതൃത്വമുണ്ടോ, കൃത്യമായ ഒരു പദ്ധതിയുണ്ടോ ഇന്ത്യ മുന്നണിക്ക്? അല്ല, അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെ ഒരു ലീഡർഷിപ്പും ഇല്ല, പദ്ധതിയും ഇല്ല. അങ്ങനെ ലീഡർഷിപ്പോ പദ്ധതി ഉണ്ടായി വരാനുള്ള സാധ്യത നമ്മൾ നോക്കിയിട്ട് കുറവാണ് കാണുന്നത്. കാരണം ഇങ്ങനെയുള്ള അഭിയായ സാധനങ്ങളൊക്കെ മുമ്പ് കോൺഗ്രസിനെതിരെ വന്നതാണല്ലോ. എന്നിട്ട് എന്താ നമ്മൾ കണ്ട് 6 മാസം തേച്ചോ? ഇതല്ലേ കണ്ടത്. എന്നിട്ടല്ലേ കോൺഗ്രസിനെക്കാൾ ശക്തമായിട്ട് സംഘടനാ സ്വഭാവമുള്ള ഈ BJPക്കെതിരെ വരുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദയാ തന്നെ ഹണ്ട് ഫോർ സിരിസേന അറിയാലോ. ഇത് നമ്മുടെ മോഡീനെ പോലെ തന്നെ ഭയങ്കര ഒരു ലാർജർ ദാൻ ലൈഫ് ഫിഗറായിരുന്നു. ഈ പുലികളെയൊക്കെ പ്രഭാകരനെയൊക്കെ വെടിവെച്ച് വന്നതിന് ശേഷം ശ്രീലങ്കയിൽ നമ്മുടെ രാജപക്ഷനെ എങ്ങനെ തോൽപ്പിക്കണമെന്ന് ആലോചിച്ചാണ് അവസാനം അയാളെ കൂട്ടത്തിൽ തന്നെ ഒരാളെ കിട്ടി. അതായിരുന്നു സിരിസേന. അങ്ങനെ ഇവരെല്ലാവരും കൂടി സഖ്യം ഉണ്ടാക്കി മത്സരിച്ചിട്ട് എന്ത് ചെയ്തു? രാജപക്ഷനെ ഔട്ടാക്കിയിട്ട് സിരിസേന പ്രധാനമന്ത്രിയായി. പിന്നെ അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഒരുപാട് കാരണം കണ്ടു. പക്ഷേ അവരുടെ കെടുകാര്യസ്ഥ കൂടി അതിനൊരു കാരണമാണ്. രാജപക്ഷ ശക്തമായി തിരിച്ചു വന്നു. പക്ഷേ എന്ത് ചെയ്തു? രാജ്യം കൈവിട്ടു പോയിരുന്നു. അപ്പം ഇതുപോലെ ഒരു സിരിസേനനെ തേടിയിട്ടാണ് ഇവർ നടക്കുന്നത്. അങ്ങനെ നോക്കിയിടുമ്പോൾ ഉത്തരേന്ത്യ അറിയുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് അതിലേറ്റവും നല്ലൊരു ഇവർക്ക് വെക്കാൻ പറ്റിയ ഒരാൾ ഇയാൾ തന്നെയാണ്, നിതീഷ് തന്നെയാണ്. കാരണം നിതീഷ് ഒരുപക്ഷെ മോഡിക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന വെൽഫെയർ സ്കീമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ജംഗിൾ രാജ് അവസാനിപ്പിക്കാനൊക്കെ ആയിട്ട് ഈ ബീഹാറിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. ഇപ്പോൾ എൻ്റെ ഒരു റൂംമേറ്റ് മുമ്പ് ഡൽഹിയിൽ ഒരു ബീഹാറിലെ ഷിവാൻ എന്ന പ്രദേശമുണ്ട്. ഷിവാൻ എന്ന് വെച്ചാൽ ഷഹാബുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്രിമിനൽ MP ഉണ്ടായിരുന്നല്ല ഈ ലാലുവിൻ്റെ പാർട്ടിക്ക്. അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസി വരുന്നൊരു പയ്യനാണ്.
അപ്പോൾ അവന് ഞാൻ നമ്മളൊക്കെ അന്ന് ഈ പറയുന്നതിൻ്റെ മാതിരി BJP-യെ തൊടുന്നവരെല്ലാം വൃത്തികെട്ടവരെന്നുള്ള ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചാൽ നിങ്ങൾ എത്തവണ നിൻ്റെ വീട്ടുകാരൊക്കെ വോട്ട് ചെയ്യുന്നത് അത് നമ്മൾ NDA സഖ്യത്തിന് വോട്ട് ചെയ്യും, BJP-ക്ക് വോട്ട് ചെയ്യും, ഗുജറാത്ത് കലാപം കഴിഞ്ഞ് നിൽക്കുന്നത് എന്തുവാണ്. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, അത് ഈ പറയുന്ന മാവോയിസ്റ്റുകളെ കൊണ്ടൊക്കെ അവിടെ ഭയങ്കര ശല്യമാണ്, ഗുണ്ടകളെ കൊണ്ട്. നിതീഷ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷ. അത് ശരിയായിരുന്നു, നിതീഷ് വന്നു. നിതീഷ് വലിയ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മോഡി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്ന സമയത്ത് NDA-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതി ഒരുപക്ഷെ പരിഗണിക്കപ്പെടുമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാൾ കൂടിയാണ് നിതീഷ്. മാത്രമല്ല ഇന്ത്യ ഹാർട്ട്ലാൻഡ് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഡെലിവർ ചെയ്ത കാര്യങ്ങൾ അറിയാം. ഈ കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുക, അതിന് ക്രിമിനൽ ടെൻഡൻസി കുറച്ച് കൊണ്ട്, പിന്നെ റോഡുകൾ കൂടുതൽ ഉണ്ടാക്കി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ കൈവെടിയാതെ കൂടെ വെച്ചുകൊണ്ടിരുന്നത്. അവരദ്ദേഹത്തെ എപ്പോഴൊക്കെ തിരിച്ചു വന്നു, ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് കുറവായിരുന്നു കിട്ടി, എങ്കിൽ പോലും അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രി. കാരണം അദ്ദേഹം ബീഹാറിലൊരു അസറ്റാണ് എല്ലാവർക്കും. ഈ എന്താ പറയുക, നമ്മളെ ഈ ആലു ഇല്ലേ, ആലു എന്ന് വെച്ചാൽ കേരളത്തിൽ എന്താ പറയുക, പൊട്ടറ്റോ ഈ പൊട്ടറ്റോ പോലുള്ള ഒരാളാണ്. എന്ത് കറി വെക്കാലും ഉത്തരേന്ത്യ പൊട്ടറ്റോ വേണം. അതുപോലെ ബീഹാറിൽ ഉരുളക്കിങ്. അപ്പോൾ ഈ അവിടെ ഉത്തരേന്ത്യയിൽ എല്ലാ കറികളും ഈ പറയുന്ന ആലു വേണം. അപ്പം ആലു പിന്നെ പോലെയാണ് ഇദ്ദേഹം അവിടെ. ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ, ഏത് മുന്നണിയുടെ ഗവൺമെൻറ് വന്നാലും അവിടെ മുഖ്യമന്ത്രിയായ ഇദ്ദേഹം തന്നെ വേണം. ആ രീതി അദ്ദേഹം ജനപ്രിയനാണ്, അദ്ദേഹം കേപ്പബിൾ ആണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഹിന്ദി ഹാർട്ട്ലാൻഡിനുണ്ട്. അപ്പോൾ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചാലല്ലേ ഇവർക്ക് BJP-യെ കൗണ്ടർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു മല്ലികാർജുന ആകെ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോഴും ഇന്ത്യ വലിയ ജാതീയമായി വിഭജിച്ച് കിടക്കുകയാണ്. അത് നിങ്ങൾ ഇപ്പം നരേന്ദ്രമോദി തന്നെ OBC സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് ഈ വാരണാസിയിലൊക്കെയുള്ള ബ്രാഹ്മൺസ് ഞങ്ങൾ അയാൾ വോട്ട് ചെയ്യില്ല, അയാൾ ബ്രാഹ്മണനല്ലെന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ അത് RSSന്റെ ചിട്ടയായ സംഘടനാ പ്രവർത്തനം കൊണ്ട് മറികടക്കാൻ പറ്റും. രണ്ടാമത് മോഡീനെ നിങ്ങൾ ഓവർ എംഫസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാതെ പോകുന്ന RSS ആണ്. RSS ഈ ഭരണം ഇല്ലാത്ത സമയത്ത്, കോൺഗ്രസ് ഭരിച്ച സമയത്ത്, ജനതാ പാർട്ടി ഭരിച്ചപ്പോൾ എല്ലാം വളരെ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചുകൊണ്ട് ഏകാദ്യാലയ വിദ്യാലയങ്ങൾ, വനവാസി കല്യാണ ആശ്രമം, അങ്ങനെ ദുർഗാവാഹിനി, സേവാഭാരതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തി ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അടിത്തറൻ്റെ മുകളിൽ മോഡി അതിൻ്റെ ഐസിങ് മാത്രമാണ്. ഇപ്പം നാളെ മോഡീനെ മാറ്റി ആ ഗോകുലിനെ പിടിച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സ്കോപ്പൊക്കെ നല്ലൊരു യുവരാജ് ഗോകുലിന് അത് സന്തോഷമായി കാണും. ശ്രീ ഫക്രുദ്ദീൻ അലി, യുവരാജ് ഗോകുലിന് അത് സന്തോഷമായി കാണാം. ആ സന്തോഷത്തോടെ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ശ്രീ അനൂപ്, ഞാൻ താങ്കളിലേക്ക് വന്നില്ല, ക്ഷമിക്കൂ, ഒരു ഇടവേള ഇപ്പോൾ വേണം, അതുകൊണ്ട് മാത്രമാണ്. തിരിച്ചെത്താം. വെൽക്കം ബാക്ക് ടു ദ ഡിബേറ്റ്. ശ്രീ VR അനൂപ്, കോൺഗ്രസിന്റെ കൃത്യമായ ഒരു പദ്ധതി അത് സ്ട്രൈക്ക് റേറ്റ് കൂട്ടുക മാത്രമാണോ? നേരിട്ടുള്ള പോരാട്ടത്തിലാണ് ഇത്തവണ ശ്രദ്ധയുള്ളത്. അത് 255 ഇടങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. ആ പോരാട്ടം നമ്മൾ പരിശോധിച്ചാൽ ഒരു ഹെഡ് ടു ഹെഡ് കോൺടെസ്റ്റ് അത് വരുന്നത് കോൺഗ്രസും BJP-യും തമ്മിൽ യഥാർത്ഥത്തിൽ 152 മണ്ഡലങ്ങളിലാണ്. ആ ഒരു ഹെഡ് ടു ഹെഡ് കോൺടെസ്റ്റ് എന്നതിനപ്പുറം കോൺഗ്രസ് ഇക്കുറി ലക്ഷ്യമിടുന്നത് എന്താണ്? ഇന്ത്യ മുന്നണി നിലനിൽക്കണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ആണ്. പക്ഷേ ഇപ്പോൾ IP സിംഗിനെ പോലെയുള്ളവർ മറ്റു പേരുകൾ ഉയർത്തിക്കാട്ടുന്നു. ഖർഗെ എന്ന ഒറ്റ പേരിലേക്ക് ചുരുങ്ങാൻ കഴിയാത്ത സാഹചര്യം നിൽക്കുന്നു. മുന്നണിക്കൊരു മുഖമായോ? അതിനു മുമ്പ് ആദ്യം എനിക്ക് ചെറിയൊരു തിരുത്തുണ്ട്. സുജയ സംസാരിച്ചപ്പോൾ എന്നെ വലത് നിരീക്ഷകരെന്ന് വിശേഷിപ്പിച്ചു. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് അനുഭവം ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിനോടാണ്. കോൺഗ്രസ് ഒരു കോൺഗ്രസ് നിരീക്ഷകനെന്നാക്കട്ടെ ശ്രീ VR അനൂപ്, അക്കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം വേണ്ടല്ലോ. തീർച്ചയായും അതാണ് ഞാനൊരു ക്ലാരിറ്റി അനിവാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് നന്നായി. കോൺഗ്രസ് നിരീക്ഷകൻ എന്ന് പ്ലീസ് ചർച്ച തന്നെ അങ്ങേക്ക് പറയാം കോൺഗ്രസിന്റെ ഭാഗം എന്താണ് ഇക്കാര്യത്തിൽ. കോൺഗ്രസ് ചിന്തിക്കുന്നത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചായാൽ ഒരു ഓട്ടോമാറ്റിക് വോട്ട് ട്രാൻസ്ഫർ ഉണ്ടാകും. അത് ആദ്യഘട്ടം മുതലേ പ്രതീക്ഷിച്ചു വരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലെ ഒരു പദ്ധതി എന്താണ്? എന്തെങ്കിലും പദ്ധതി ആയിട്ടുണ്ടോ? ഇന്ന് നിങ്ങളുടെ ഈ ചർച്ചയുടെ തന്നെ അടിസ്ഥാനം സമാജ്വാദി പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് കുമാറിനെ മുന്നോട്ട് വെച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ. സമാജ്വാദി പാർട്ടിയുടെ ദേശീയ ഭാരവാഹി തന്നെ വളരെ ഉന്നതമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി അതിനെ നിരാകരിച്ചുകൊണ്ട് വളരെ പൊളിറ്റിക്കലായി സംസാരിച്ചു. പക്ഷേ അദ്ദേഹം അത് നിഷേധിച്ചു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ രാഷ്ട്രീയ പാർട്ടി തന്നെയോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെങ്കിലും മുന്നോട്ട് വെച്ചാൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൽ പ്രത്യേകിച്ച് പരിഭ്രമിക്കാനൊന്നുമില്ല. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നാണല്ലോ ഇവിടെ പലരും ചൂണ്ടിക്കാണിക്കുന്നൊരു വസ്തുത. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല, പ്രധാനമന്ത്രി പദം തന്നെ രണ്ടാം UPA കാലത്ത് വേണ്ടെന്ന് വെച്ച നേതാവാണ്. വളരെ അനായാസം
ഈ പറയുന്ന പൂ പറിക്കുന്നത് പോലെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാമായിരുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടായിരുന്നിട്ടും താങ്കൾ അത് ഉദ്ദേശിച്ചത് വേണ്ട എന്ന് പ്രധാനമന്ത്രി പറയുന്ന സ്ഥാനാർത്ഥിയായ ഒരു തീരുമാനം, 2019 ആണോ അതോ രണ്ടാം UPA ആണോ? രണ്ടാം യു പി എയുടെ ഘട്ടത്തിൽ മൻമോഹൻ സിംഗ് മാറി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നൊരു തീരുമാനമെടുത്താൽ അത് സുസാധ്യമായിരുന്നു എന്നല്ലേ? അത് ആർക്കാണ് അതിന് തടയാൻ കഴിയുക? അദ്ദേഹത്തിന് വേണമെങ്കിൽ അത്തരം ചില സജഷൻസ് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാനെന്ന് ഉള്ള ആലോചനകളുണ്ടായിരുന്നു. അദ്ദേഹം മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിലേക്ക് വരണം എന്നുള്ള തരത്തിലുള്ള ആലോചനകളുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അങ്ങനെ പ്രധാനമന്ത്രി പദത്തോട് അമിതമായ അധികാരവാഞ്ചയുള്ള ആളൊന്നുമല്ല. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞാൻ പ്രധാനമന്ത്രിയാകണോ എന്നുള്ളതിനേക്കാൾക്ക് അപ്പുറത്ത് സംഘപരിവാർ നേരിടുന്ന മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ നേരിടുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. അത് കേവലമായൊരു തിരഞ്ഞെടുപ്പിനപ്പുറത്ത് അത് ഇന്ത്യ നിലനിൽക്കണോ എന്ന് അത് നല്ലൊരു ചിന്ത തന്നെയാണ് ശ്രീ അനൂപ് വി ആർ, അത് നല്ലൊരു ചിന്ത തന്നെയാണ്. ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് നമ്മൾ ഏറെ ചർച്ച ചെയ്തതുമാണ്. പക്ഷേ മല്ലികാർജ്ജുൻ ഖർഗെ കഴിഞ്ഞ ദിവസം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഞാനൊന്ന് ആവർത്തിച്ചാൽ, വിന്നിംഗ് ഫസ്റ്റ് ഈസ് ഇമ്പോർട്ടന്റ്, അതാണ് പ്രധാനമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വോട്ട് ട്രാൻസ്ഫർ ഉണ്ടാകുമെന്നുള്ള ഒരു സ്വപ്നം കണ്ടിരിക്കാതെ ആക്ഷൻ പ്ലാനിലേക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എത്താത്തത്? കോൺഗ്രസ് അതിന് മുൻകൈ എടുക്കാത്തത്? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇന്ത്യ മുന്നണി ഈ പറയുന്ന സീറ്റ് ചർച്ചകൾ വളരെ സമാന്തരമായി നടക്കുന്നു, ഗൗരവമായ ആലോചനകൾ നടക്കുന്നു, രാഷ്ട്രീയ കക്ഷികൾ അവരുടെ കൺസേൺസ് അവതരിപ്പിക്കുന്നു. അതിന് സമാന്തരമായി ഭാരത് ന്യായ യാത്രയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വരാൻ പോകുന്നു, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നു. രാഷ്ട്രീയമായൊരു പ്രചരണ പരിപാടിയുമായി കോൺഗ്രസ് മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. സുജയ മാത്രമല്ല, മാധ്യമങ്ങളെ പൊതുവിൽ ഉയർത്തുന്ന കോൺഗ്രസിനോട് ചോദിക്കുന്നൊരു ചോദ്യം, എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി? വളരെ സ്പെസിഫിക് ആണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ട്രാറ്റജി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ രാജ്യത്ത് സംഘപരിവാറിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് വളരെ വ്യക്തമാണ്. അത് വെറുപ്പ് പടർത്തുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ ചർച്ച പോലും ദേശീയ പശ്ചാത്തലത്തിൽ ഒരു പാൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പല അഭിപ്രായങ്ങളും പറയും. പക്ഷേ ഇവിടെ കേരളത്തിൽ പോലും ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനം സുജയ ശ്രദ്ധിച്ച് കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ, നമുക്ക് BJPയോട് പലതരത്തിലുള്ള രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അത് ഗൗരവപ്പെട്ട വിഷയമാകണം എന്ന് ആഗ്രഹിക്കാനുള്ള അവകാശം നമ്മൾക്കുണ്ടല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഇന്ന് K. സുരേന്ദ്രൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ ഗുരുതരം എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ചത്, തൃശ്ശൂർ പോലൊരു ലോക്സഭാ മണ്ഡലത്തിൽ MP ആയിരിക്കുന്ന BJP നോക്കുന്നൊരു മണ്ഡലം, TN പ്രതാപൻ്റെ PA എന്ന് പറയുന്ന ഒരാൾ മുസ്ലിം തീവ്രവാദിയാണെന്നാണ്. അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹത്തെ അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ, അദ്ദേഹം മുസ്ലിമാണ്. പക്ഷേ മുസ്ലിം ആയതുകൊണ്ടൊരു വ്യക്തി എങ്ങനെയാണ് തീവ്രവാദിയാകുന്നത്? അദ്ദേഹം വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ജാമിയ മിലിയ പോലൊരു ദേശീയ സർവകലാശാലയിലെ വിദ്യാർത്ഥി നേതാവാണ്, NSUവിൻ്റെ നേതാവാണ്. അപ്പോൾ അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് മാത്രം തീവ്രവാദിയാണ് എന്ന് പറയുമ്പോൾ BJP രാജ്യത്ത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ശ്രീ വി ആർ അനൂപ്, ആ പ്രസ്താവനയും വാർത്താ സമ്മേളനവും താങ്കൾ കേട്ടതുപോലെ തന്നെ ഞാനും കേട്ടതാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള വെർബാറ്റിം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. TN പ്രതാപൻ PFIയുടെ അടുത്തയാളാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. താങ്കൾ ഇപ്പോൾ പറഞ്ഞ TN പ്രതാപന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നയാൾ PFI കാരനാണ് എന്ന് പറയുന്നു, അല്ലാതെ മുസ്ലിം തീവ്രവാദത്തെ കുറിച്ചൊന്നും അവിടെ പറയുന്നില്ല. അതിനുശേഷം പറയുന്ന വരി, ജാമിയ മിലിയ ഗൂഢാലോചന കേസിൽ, ഞാൻ പൂർത്തിയാക്കട്ടെ, മീഡിയ കൈകാര്യം PFI എന്ന് പറയുന്ന ഒരു സംഘടന നിരോധിക്കുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പലരും അതിൽ അംഗങ്ങളായിരുന്നല്ലോ. തെരച്ചിലും റെയ്ഡും വന്നപ്പോൾ ആരെയൊക്കെയാണ് പൊക്കിയതെന്ന് കേരളം കണ്ടതാണല്ലോ. ജാമിയ മിലിയ ഗൂഢാലോചന കേസിൽ അയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നോ ഇല്ലയോ? പോലീസ് ചോദ്യം ചെയ്തോ ഇല്ലയോ? അത് താങ്കൾ ക്ലാരിഫൈ ചെയ്യൂ, എന്നിട്ട് നമുക്ക് തുടരാം. ഇല്ല, ചർച്ച ചെയ്യാം. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിനകത്ത് രണ്ട് ഘട്ടങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, താങ്കൾ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കാം, താങ്കൾ പറഞ്ഞത് മുഴുവൻ ഞാൻ സമ്മതിക്കാം. ജാമിയ മിലിയ ഗൂഢാലോചന കേസിൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നോ ഇല്ലയോ? അങ്ങനെ ഒരു ഗൂഢാലോചന കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, അദ്ദേഹം PFI കാരനല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ അവിടുത്തെ NSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റായ ഒരു വ്യക്തിയെ PFI കാരനാണ് എന്ന് മുസ്ലിം ആയതിൻ്റെ പേരിൽ എങ്ങനെ സുരേന്ദ്രന് പറയാൻ കഴിയുന്നത്?
അതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഒരു വ്യക്തി മുസ്ലിം ആയതിന്റെ പേരിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുകയാണ്. അത് കേരളം പോലുള്ള സ്ഥലത്ത് ഞാൻ അങ്ങനെ വളരെ ഒരു ടാർഗറ്റിംഗ് ആണെങ്കിൽ ആധികാരികമായിട്ടാണ് അതിനൊപ്പം കേരളം പറയുന്നത്. ഇപ്പോൾ നിൽക്കില്ല. ശ്രീ വി ആർ ഈ പറയുന്ന അനൂപ് അങ്ങനെ ഒരു ടാർഗറ്റിംഗ് ആണ് ഉദ്ദേശിച്ചതെങ്കിൽ, അങ്ങനെ ഒരു മുസ്ലിം അല്ല, ആയതിന്റെ കേരളം പേരിലുള്ള ഒരു നിൽക്കരുത്. ടാർഗറ്റിംഗ് ആണോ? അതിനൊരു മറുപടി എടുത്തിട്ട് നമുക്ക് തുടരാം. നമുക്ക് ഓരോ കാര്യത്തിലും വ്യക്തത വരുത്തി പോകാം. ഓരോ കാര്യത്തിലും വ്യക്തത വരുത്തി പോകാം. ശ്രീ വി ആർ അനൂപ്, യുവരാജ് ഗോകുൽ താങ്കളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ, ക്ഷമിക്കൂ, ഒരു നിമിഷം ക്ഷമിക്കൂ. ശ്രീ യുവരാജ് ഗോകുൽ, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണം. മുസ്ലിം ആയതുകൊണ്ട് എടുത്തു പറഞ്ഞതാണോ? ടി.എൻ. പ്രതാപന് വേണ്ടി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളെ കുറിച്ച് PFI കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാമിയ മിലിയ ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്തു. ദില്ലി കലാപത്തിൽ പങ്കുണ്ടെന്ന സംശയമുണ്ട്. അങ്ങനെ ഒരാളാണ് പ്രതാപന് വേണ്ടി നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നത്. പറഞ്ഞത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഫാക്ട് ചെക്ക് ചെയ്യാതെ മുസ്ലിം വിരോധം കുത്തിനിറയ്ക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രസ്താവനയാണിതെന്ന് ശ്രീ അനൂപ് ഇവിടെ ആരോപിക്കുന്നുണ്ട്. മറുപടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റായ അബ്ദുള്ള കുട്ടി, അദ്ദേഹം മുസ്ലിം അല്ലേ? അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയണ്ടേ? നമ്മുടെ എത്രയോ മുസ്ലിം നേതാക്കളുണ്ട്, മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നിട്ടുണ്ട് BJPക്കകത്ത്. അപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് ഒരാളെക്കുറിച്ച് അങ്ങനെ പറയുന്നു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ എവിടെയാണ് പറയുന്നത് ഇന്നയാൾ മുസ്ലിമാണ് അതുകൊണ്ട് തീവ്രവാദിയാണെന്ന്? എവിടെയാണ് പറയുന്നത്? പറഞ്ഞിരിക്കുന്നത് വളരെ സ്പഷ്ടമാണ്. പുന്ന നൌഷാദ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനെ കൊല ചെയ്ത പോപ്പുലർ ഫ്രണ്ടുകാരെ സംരക്ഷിച്ചത് പോലും ഈ പറയുന്ന TN പ്രതാപനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് അങ്ങനെ ഒരു ആരോപണം കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അല്ലാണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ ഒരിടത്തും തന്നെ മുസ്ലിമാണ്, മുസ്ലിം ആയതുകൊണ്ട് അയാൾ തീവ്രവാദിയാണ് എന്നുള്ള തലത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രീ അനൂപ് അത് ഏത് ഭാഗത്തായിട്ടാണെന്ന് ചൂണ്ടിക്കാട്ടാനുള്ള മനസ്സ് കാണിക്കണം. അല്ലാതെ വെറുതെ ഇരുന്ന് ഇല്ലാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഈ പറയുന്ന വിദ്വേഷം നിറയ്ക്കരുത്. ശ്രീ അനൂപ്, മറുപടി, വിശദീകരണം കേട്ടല്ലോ. ഇതാണ് അവരുടെ പാർട്ടിക്ക് പറയാനുള്ളത്. കഴിഞ്ഞല്ലോ. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞ വളരെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഈ പറയുന്ന TN പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന NS അബ്ദുൽ ഹമീദ് വളരെ വ്യക്തമാണ്. അദ്ദേഹം കൃത്യമായി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം സ്പഷ്ടമായി കൃത്യമായി പറഞ്ഞിരിക്കുന്നു PFIയുടെ ആളാണ്. എങ്ങനെയാണ്, എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് കെ സുരേന്ദ്രനെ പോലുള്ള ഒരാൾ അത് പറയുന്നത്? അത് പറയുന്നത് ഈ പറയുന്ന അബ്ദുൽ ഹമീദ് താമസിക്കുന്നത് ഡൽഹിയിലാണല്ലോ. PFI നിരോധിത സംഘടനയാണല്ലോ. അവിടെ ഭരിക്കുന്നത് BJP ആണല്ലോ. എന്നാൽ അബ്ദുൽ ഹമീദിനെ ചോദ്യം ചെയ്യട്ടെന്നേ. അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസി അവരുടെ കയ്യിലാണല്ലോ. അവർ ചോദ്യം ചെയ്യട്ടെ. ഒരു വസ്തുതയുമില്ലാത്ത അടിസ്ഥാനരഹിതമാണെന്ന് 100 അല്ല 110% ബോധ്യമുള്ള ഒരാൾ കാര്യം അവിടെ ഉന്നയിക്കുകയാണ്. ഇദ്ദേഹം PFIയുടെ പ്രവർത്തകനല്ല എന്നത് പോകട്ടെ, അദ്ദേഹം അവിടെ ജാമിയ മിലിയയുടെ ഒരു NSUവിൻ്റെ, കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ NSUവിൻ്റെ അനുഭാവിയോ പ്രവർത്തകനോ മാത്രമല്ല, അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റാണ്. NSUവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ജാമിയ മിലിയയിലെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു KSU പ്രസിഡന്റിന് തുല്യമാണ്. ഒരു സംസ്ഥാന ഘടകമായി NSU കാണുന്ന യൂണിറ്റിൻ്റെ പ്രസിഡന്റായ വ്യക്തിയെ ഒരു മതവിഭാഗത്തിൽ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പോപ്പുലർ ഫ്രണ്ട് ആക്കുകയാണ്. അദ്ദേഹം പോപ്പുലർ ഇതിനകത്ത് വളരെ കൃത്യമായ അത് തന്നെയാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ്. അല്ല, അദ്ദേഹത്തിന് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാൻ പറയൂ. അല്ല, ഞാൻ പറയുന്നത് സുജയ, അദ്ദേഹത്തിന് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ലീഗൽ ആക്ഷൻ എടുക്കാൻ പറയൂ. കൊടുക്കട്ടെ. നമുക്ക് അങ്ങനെ സെറ്റിൽ ചെയ്യാം. അവസാനം അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരുന്നത് അത്രേ ഉള്ളൂ. ശ്രീ വി ആർ അനൂപ്, ആ ഒരു ഫോർമുല താങ്കൾക്ക് സ്വീകാര്യമായിരിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ വിഷയം അതല്ല. താങ്കൾ ഇത് പരാമർശിച്ചത് കൊണ്ട് മാത്രമാണ് പകൽ NSUവും KSUവും SFIയും DYFIയും ഒക്കെ ആയി നടക്കുന്ന ഒരുപാട് പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട് നാട്ടിൽ. അത് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നമ്മുടെ ഈ ചർച്ചയുടെ വിഷയം അതല്ല. ദേശീയ രാഷ്ട്രീയവും ഇന്ത്യ മുന്നണിയുമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ശ്രീ വി ആർ അനൂപ് ഉന്നയിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇത്രയും സമയം പോയത്. മറ്റു പാനലിസ്റ്റുകളിലേക്കും എനിക്ക് പോകണം. ഒരു ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വരാം മറ്റു 3 അതിഥികളിലേക്ക്. വെൽക്കം ബാക്ക് ടു ദി ഡിബേറ്റ്. കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സീറ്റ്
ഷെയറിംഗ് അത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായി തിങ്കളാഴ്ച, അതായത് നാളെ ചർച്ചകൾ തുടങ്ങാനിരിക്കുന്നു. ഇവിടെ ഇവർ കൃത്യമായി പറയുന്ന ഈ സീറ്റെണ്ണം കുറച്ചുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്ന ഒരു മാഗ്നാനിമിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യഘട്ടത്തിൽ സംസാരിച്ചല്ലോ. ബീഹാറിൽ 8 സീറ്റ് വേണമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. അവിടെ 5 നൽകാമെന്നാണ് സഖ്യസമിതി പറയുന്നത്. അവിടെ കോൺഗ്രസ് കനയ്യകുമാറിന് വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ട്. കനയ്യകുമാറിന് ബഗുസരായി തന്നെ വേണം എന്ന് പറയുന്നു. പക്ഷേ RJDക്ക് അതിന് താല്പര്യമില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാം ഓരോ തരത്തിൽ കല്ലുകടി നിൽക്കുകയാണ്. പക്ഷേ ഇതൊന്നുമില്ല, എല്ലാം സേഫാണ്, എല്ലാം വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, വസ്തുതയുണ്ട്? അല്ല, ഇവർക്ക് ആഫ്റ്റർ ഓൾ ഇവർക്കൊരു ആ രീതിയിൽ ഒരു BJPയെ തോൽപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, മോഡിയെ പുറത്താക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ആ ആഗ്രഹം അതിൻ്റെ എത്രത്തോളം ഇൻറ്റൻസിറ്റി അതിനുണ്ടെന്ന കാര്യത്തിൽ സംശയം. ഇൻറ്റൻസിറ്റി അങ്ങനെയുള്ള കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. അതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാലോ, ഈ പറയുന്ന സീറ്റ് UPയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും അവിടെ കോൺഗ്രസിനൊക്കെ എത്ര സീറ്റ് ജയിക്കാൻ പറ്റും, അതിന് ലിമിറ്റ് ഉണ്ട്. അപ്പം അവിടെ പ്രധാനപ്പെട്ട കക്ഷികൾ ഈ പറയുന്ന പോലെ പിന്നെ നിതീഷിൻ്റെ പാർട്ടിയും ഈ പറയുന്ന രാഷ്ട്രീയ ജനതാദളും പിന്നെ ഈ പറയുന്ന സമാജ്വാദി പാർട്ടിയും ഒക്കെയാണ്. അപ്പം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്നിട്ട് ഒരു സീറ്റൊക്കെ അവർ പറയുന്നതിനെക്കാട്ടും കൂടുതൽ മേടിക്കാന്നല്ലാതെ അതിൽ കൂടുതൽ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. ഇവർക്ക് മനസ്സിലാകാതെ അത് കോൺഗ്രസിന് ഇത്ര ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അവർ ഈ പറയുന്നതിൻ്റെ മതി ചില ഘട്ടങ്ങളിലൊക്കെ അവർ ഇപ്പം നമ്മൾ കണ്ടല്ലോ, ഈ മഹാരാഷ്ട്രയിലൊക്കെ അവർ പിന്നോട്ടടിച്ച് നിന്നിട്ടുണ്ട്. എന്നാൽ ചില ഘട്ടങ്ങൾ മഹാരാഷ്ട്ര NCP ഏറ്റവും വലിയ കക്ഷിയായിട്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് അവർ വാശി പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഈ മോഡിയെ പുറത്താക്കണമെന്ന ആഗ്രഹത്തിൻ്റെ തീവ്രത എത്തിനാന്നുള്ളതാണ് പ്രശ്നം. തീവ്രത അത്ര ശക്തമാണ്, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. നിങ്ങൾക്ക് ഒരു പ്രൈം ടാർഗറ്റേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സിൻസിയാരിറ്റിയെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയും സംശയിക്കപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ, ശ്രീ ജോ ആന്റണി, അതായത് നരേന്ദ്രമോദിയെ കുറിച്ച് നേരത്തെ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചത് നരേന്ദ്രമോദി ഒരു ഐസിംഗ് മാത്രമാണ്, അതിന് പിന്നിൽ RSSന്റെ ഒരു മെക്കാനിസം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഈ ചർച്ചയിൽ ഉയർന്ന അഭിപ്രായമാണ്. ഇവിടെ വെറുപ്പ് പടർത്തുന്നു എന്ന വാദം പോലും കൃത്യമായി പറഞ്ഞുറപ്പിക്കാൻ അങ്ങോട്ട് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ്, ഒരു ജോയിന്റ് ക്യാമ്പയിൻ, അതിന്റെ ഒരു ബ്ലൂ പ്രിന്റിലേക്ക് പോലും എത്താൻ കഴിയുന്നില്ല. നമ്മൾ ഈ ജനുവരി മാസമാണ് സംസാരിക്കുന്നത്. മാർച്ച് ആദ്യവാരമാകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ പോവുകയാണ്. അല്ല, തീർച്ചയായിട്ടും അത് വളരെ അടുത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി ഒന്നായി രൂപപ്പെടുത്തുന്ന ചില നറേറ്റീവ്സ് പുറത്തു വരാനുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ മുന്നണിയിൽ ഘടകകക്ഷികളായിട്ടുള്ള ഓരോ കക്ഷിയും അവരവരുടേതായ രീതിയിൽ അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ അവരവരുടെ പ്രവൃത്തി, അവരുടെ പ്രചരണങ്ങളൊക്കെ ആരംഭിക്കേണ്ടതുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ അവിടെ PDA എന്ന് പറയുന്ന ഒരു ആശയം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അതായത് പിച്ചടോ, ദളിത്, അല്പസംഖ്യക്, ഈ പറയുന്ന ഈ PDA യൂണിറ്റിയിലൂടെ അവിടെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു PDA മാർച്ച്, ആ PDA മാർച്ച് ഞങ്ങൾ എല്ലാ ജില്ലകളിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ജനജാഗരൺ അഭിയാൻ എന്ന് പറയുന്ന രൂപത്തിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സിന് അവിടെയുള്ള എല്ലാ ജില്ലകളിലും ആ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിനുള്ള കേളികെട്ട് ഉയർന്നു കഴിഞ്ഞു. എല്ലാവരും ചെയ്യുന്നു. ഇതെല്ലാം അവസാനം, അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ഇതെല്ലാം വന്നു ചേർന്ന് അവസാനം ഒരു കൺവെർജൻസ് ഉണ്ടാവും. ആ കൺവെർജൻസിൽ എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. നേരത്തെ ഞാൻ സംസാരിച്ചപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു പത്രം വായിക്കാത്തതുകൊണ്ടാണ് എന്ന്. ഞാൻ അതിലേക്ക് ചെറുതായി ഒന്ന് പറയുക മാത്രമാണ്. ഞാൻ പറഞ്ഞത് ജോ ആന്റണിയുടെ വ്യക്തിപരമായിട്ടുള്ള സർവേ റിപ്പോർട്ടല്ല. ISSO എന്താണെന്നുള്ളത് അദ്ദേഹത്തോട് വായിക്കാൻ പറയൂ, NSC എന്താണെന്നുള്ളത് വായിക്കാൻ പറയൂ, IIPS എന്താണെന്ന് മനസ്സിലാക്കാൻ പറയൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ലാതെ ഇതിൻ്റെ കാരണം മതസ്പർദ്ധയിലും ജാതി സ്പർദ്ധയിലും ജാതി വെറിയിലും മാത്രം നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ അവർ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? അവരുടെ തീന്മേശയിലെ ഭോജനമായിട്ടാണ്, വിഭവങ്ങളായിട്ടാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യയിലെ തലയെടുപ്പുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ISRO പോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന തലപ്പത്ത്, അതായത് ഇന്ന് ഇന്ത്യയുടെ ഒരു ഉയർന്നു നിൽക്കുന്ന നക്ഷത്രമാണ്. അവര് ഈ പറയുന്ന സർവേയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി 2014 പ്രധാനമന്ത്രി ആയപ്പോൾ മുതൽ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്നുണ്ട്. ഈ സ്വച്ഛ് ഭാരത് പറയുന്നതിനോടൊപ്പം ഈ ഓപ്പൺ ഡിഫിക്കേഷനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഏതാണ്ട് പൂർണ്ണമായി ഈ ഓപ്പൺ ഡിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത്
പരസ്യമായ തുറന്ന വിസർജനം, ഇത് ഡെഫിക്കേഷൻ ഉണ്ടാവില്ല. എല്ലാ വീടുകളിലും ബാത്റൂംസ് എത്തിയിരിക്കുന്നു, ടോയ്ലറ്റ്സ് എത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള കണക്ക് ആ സുഹൃത്തിനോട് കൊന്ന പത്രം അയാൾ വായിക്കുന്ന പത്രമല്ല, മാറിയൊന്ന് വായിച്ചു നോക്കാൻ പറയൂ. ഇന്ത്യ വിശ്വസിക്കുന്ന, ഇന്ത്യയിലെ തലയെടുപ്പുള്ള സ്റ്റാറ്റിസ്റ്റീഷ്യൻസ്, സോഷ്യൽ സയന്റിസ്റ്റുമാര് അവരിരുന്ന് എഴുതുന്നത് എന്താണെന്ന് വായിച്ചു നോക്കാൻ പറയണം. അല്ലാതെ വായിക്കാനല്ല പറയുന്നത്. യുവരാജ്, താങ്കളുടെ വായനയുടെ ആ ഒരു ചുരുങ്ങൽ അല്ലെങ്കിൽ താങ്കൾ ആശ്രയിക്കുന്ന പത്രങ്ങളുടെ കുഴപ്പമാണ് എന്നാണ് ശ്രീ ജോ ആന്റണി പറയുന്നത്. മറുപടി ഉണ്ടെങ്കിൽ പറയാം. അല്ല, എനിക്ക് ഒരു വർഷം മുമ്പുള്ളൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. അതായത് ഇവർ കുറേ കാലം നമ്മുടെ രഘുറാം രാജനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നിരുന്നു. ഓർമ്മയാണോ എന്ന് വിശ്വസിക്കുന്നു. രഘുറാം രാജൻ RBI ഗവർണർ സ്ഥാനത്ത് നിന്ന് പോയപ്പോൾ അയ്യോ ഇതേ ഇന്ത്യ തകർന്നേ, ഇവർക്ക് വിദ്യാഭ്യാസമുള്ള ആൾക്കാരോട് പ്രശ്നമാണ്, രഘുറാം രാജൻ ഇപ്പോൾ ഇന്ത്യയെ രക്ഷിച്ചേനെ എന്നൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം രഘുറാം രാജൻ ഒരിടത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഐ വിൽ ബി ഹാപ്പി ഇഫ് ഇന്ത്യൻ എക്കോണമി ഗ്രോ ബൈ 5% നെക്സ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അദ്ദേഹം അങ്ങ് തള്ളുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇത്തവണ എന്താണ് GDP-യുടെ അവസ്ഥ? ഇന്ത്യയുടെ ഗ്രോത്ത് എത്രയാണ്? അദ്ദേഹം പറഞ്ഞ 5% വളർന്നാൽ ഭാഗ്യം എന്നായിരുന്നു. ഇപ്പോൾ 7.3 7.6 ആണ് ഈ ക്വാർട്ടറിൽ തന്നെ ഇന്ത്യ നിൽക്കുന്നത്. ഇപ്പോൾ ഇവർ കാലാകാലങ്ങളിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉരുട്ടിപ്പിടിച്ചുകൊണ്ട് വരാറുണ്ട്. അദ്ദേഹത്തിനോട് പത്രമൊന്നും വായിക്കേണ്ടെന്ന് പറയും. അദ്ദേഹത്തിനോട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് സഞ്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഒന്ന് ആന്ധ്രാപ്രദേശിലൂടെയും അല്ലെങ്കിൽ ഉത്തരേന്ത്യ സ്റ്റേറ്റുകളിലൂടെയൊക്കെ ട്രെയിനിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ തന്നെയും 10 വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുള്ളവർക്ക് ഈ പറയുന്ന ഓപ്പൺ ഡിഫെക്കേഷൻ്റെ കേസിലൊക്കെ എന്താണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് കണ്ണിന്റെ മുമ്പിൽ കണ്ടറിയാം. അല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ ഈ പറയുന്ന ഇടതുപക്ഷ ചിലയിടങ്ങളിലല്ല, എല്ലായിടത്തും മാറിയോ എന്നുള്ളതാണ്. വെളിയുടെ വിസർജനം മുക്തമാക്കുമെന്ന് പറഞ്ഞത് ആ പ്രോജക്ട് കംപ്ലീറ്റ് ആയോ ശ്രീ യുവരാജ് ഗോകുൽ? പ്രോജക്ട് കംപ്ലീഷൻ എന്നൊരു ഘട്ടം കൂടിയുണ്ട്. 2 ടേം പൂർത്തിയാക്കുകയാണ്. പ്രോജക്ട് കംപ്ലീറ്റ് ആയോ? 95% വീടുകളിൽ 95%-ലധികം തീർച്ചയായിട്ടും 95%-ലധികം വീടുകളിൽ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കൃത്യമായി. അത് നമുക്കൊന്ന് ഫാക്ട് ചെക്ക് ചെയ്തു പോകാം. ശ്രീ സന്തോഷ് ജോയി, താങ്കൾ ഉത്തരേന്ത്യയിൽ തന്നെയാണ്, ഉത്തരേന്ത്യയുടെ ഈ സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുന്നയാളാണ്. ഒരു പത്രമല്ല 10 പത്രമെങ്കിലും താങ്കൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുമുണ്ടാകാം പല മാധ്യമങ്ങളിലൂടെ. എല്ലാ ഇടങ്ങളിലും വരുന്ന, അതായത് ചില ഇടങ്ങളിൽ മാത്രം വരുന്ന വാർത്തകളല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ ഇടങ്ങളിലും വരുന്ന വാർത്തകളിൽ നിന്ന് താങ്കൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നിഗമനം എന്താണ്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് 95% എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? സുജയ്, ഇപ്പം യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഈ ലോജിക്കും ഫാക്ട്സും റീസണിങ്ങും അതൊന്നും ഈ ഇലക്ഷനിയറിങ്ങിൽ, ഈ പുതിയ മോഡൽ ഓഫ് ഇലക്ഷനിയറിങ് 2014 കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഒരു പുതിയ മോഡൽ ഓഫ് ഇലക്ഷനിയറിങ്ങിൽ പ്രസക്തി ഇല്ലാത്ത സംഭവമാണ്. ഇപ്പം വ്ളാഡിമിർ പുത്തിൻ്റെ എഗെയിൻസ്റ്റ് ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ GDP-യുടെ റേറ്റ് എടുത്തോണ്ട് വന്നിട്ട് പുത്തിൻ്റെ എഗെയിൻസ്റ്റ് ക്യാമ്പയിൻ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ ഉണ്ടായി വരുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഇന്ത്യ ബ്ലോക്കിന് ഉണ്ടോ എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ടായിട്ടില്ല. അതുണ്ടാവണമെങ്കിൽ ഇപ്പം ഇന്ത്യ മുന്നണിയുടെ അംഗമായ വക്താവിനോട് എനിക്ക് പറയാനുള്ളത്, പിछड़ा ദലിത് ആൻഡ് അല്പസംഖ്യക് എന്ന് പറഞ്ഞ PDA ഫോർമുലയ്ക്ക് മറ്റൊരു PDAയും കൂടെ വേണം. അതാണ് പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ. ഈ പാർട്ടികൾ തമ്മിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നരേന്ദ്രമോദി എന്നുള്ള വെല്ലുവിളിയെ ഏറ്റെടുക്കാനുള്ള ഒരു ശക്തി അവർക്കുണ്ടെന്നുള്ളൊരു കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ ഈ ഒരു ലോജിക്കും ഒരു കാര്യം, ഇപ്പം നരേന്ദ്രമോദി എല്ലാവർക്കും ഓരോ അജണ്ട, ഓരോ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഘടകത്തിന് BJPക്ക് കൊടുത്തിട്ട് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ സീറ്റ് എങ്ങനെയെങ്കിലും നമുക്ക് ജയിക്കണം. അത് ജയിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായി വരുന്നത്. ഓരോ നെറേറ്റീവ്, പുതിയ നെറേറ്റീവ്സ് കൊണ്ടുവരും. ആ നെറേറ്റീവ്സിൽ നമ്മളെല്ലാവരും ബിസിയാവും, ജനങ്ങളും ബിസിയാവും. അതേസമയത്ത് യാഥാർത്ഥ്യവും ഗ്രൗണ്ട് ഡേറ്റയും ഡെവലപ്മെൻറ്റും അതൊന്നും ഒരു വിഷയമല്ലാതെ മാറും. ആ വർഗീയത ഒരു പൊസിഷനിങ് ആയി മാറിയിട്ട് ഇപ്പോൾ തൃശ്ശൂർ നമുക്കിനി വരാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ പല പുതിയ ഇങ്ങനെ സ്കീമുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. കാരണം അതൊരു ടാർഗറ്റാണ്, അത് കേരള ഘടകത്തിന് കിട്ടിയേക്കുന്ന ഒരു ടാർഗറ്റാണ്. അത് സാറ് പറഞ്ഞത് അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം കേരള ഘടകം. അതാണ് അവരുടെ ടാർഗറ്റ്. അത് സ്റ്റേറ്റ് പ്രസിഡൻറ്റിനും എല്ലാവർക്കും കിട്ടിയേക്കുന്ന ടാർഗറ്റ്. അങ്ങനെയുള്ള ടാർഗറ്റ് എല്ലാവർക്കും ഉണ്ട്. മറ്റൊരു ഏറ്റവും വലിയ മാറ്റം നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തിനകത്ത് വരുത്തിയെന്ന് പറഞ്ഞാൽ, ജനങ്ങൾ, കോമൺ മാൻ, മിഡിൽ ക്ലാസ്സിനെ പോളിറ്റിക്സിൽ നിന്ന് ദൂരി മാറ്റി നിർത്താനുള്ളൊരു നീക്കമുണ്ട്. കാരണം
ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് സ്റ്റേറ്റിലൊക്കെ നമ്മൾ വാജ്പേയിയുടെ സമയത്തൊക്കെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ആര് മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ ഉള്ള ചർച്ചകൾ ആഴ്ചതോറും നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ. ഇപ്പം അങ്ങനെ ഒരു ചർച്ചയില്ല. ഡൽഹിയിൽ നിന്നൊരു പേര് വരുവാണ്, ആ പേര് ആരും അറിയാത്ത പേര് വരുവാണ്, മുഖ്യമന്ത്രി ആവുകയാണ്. 1.5-2 വർഷം കഴിഞ്ഞിട്ട് പുതിയൊരു പേര് വരുവാണ്. കാരണം അങ്ങനത്തെ ഒരു ഫേസ് ഒരേ ഒരു ഫേസേ ഉള്ളൂ ഇന്ത്യയിൽ. ആ ഫേസിനപ്പുറം ഒരു ഫേസ് വളർന്നു വരണ്ട. മിഡിൽ ക്ലാസ്സിനോട് ഈ പുതിയ പൊളിറ്റിക്കൽ റൂൾസ് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കൂ, നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കൂ, പോളിറ്റിക്സ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. അപ്പം അങ്ങനെ മിഡിൽ ക്ലാസ് യുവാക്കളോടും മിഡിൽ ക്ലാസ്സിനോടും ഒരു സമീപനം എന്ന് പറഞ്ഞാൽ യു ഷുഡ് സ്റ്റേ അവേ ഫ്രം ഓൾ ദീസ് കോൺട്രവേഴ്സീസ്. യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ പ്രൊഫഷണൽ ലൈഫ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഇന്ത്യ ബ്ലോക്കിന് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസം എങ്ങനെ നേരിടാൻ പറ്റും, എങ്ങനെ ജയിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇന്ത്യ ബ്ലോക്ക് ഇപ്പോൾ നേരിടുന്നത്. വ്യക്തമാണ്. അതായത് ഒരു സ്ട്രാറ്റജിയിൽ ഒരു റീഡ്രോയിങ് കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും. അല്ലാതെ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കണക്കുകൾ മാത്രമാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പൊളിറ്റിക്സ് ഈസ് ലെസ് അബൌട്ട് മാത്തമാറ്റിക്സ് ആൻഡ് മോർ അബൌട്ട് കെമിസ്ട്രി. ആ കെമിസ്ട്രി ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യാം. പല പേരുകൾ, പല മുഖങ്ങൾ വരുന്നു. ഒരേ പാർട്ടിക്കുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. സമാജ്വാദി പാർട്ടിയുടെ ദേശീയ ഭാരവാഹി തന്നെ ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നു IP സിംഗ് പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന്. ഡിബേറ്റ് വിത്ത് സുജയ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി കാണാം ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺ കുമാർ. നമസ്കാരം.